ഈ പുണ്യമാസം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ വിജയങ്ങൾ തരുന്ന മാസമാണ്. വലിയ വലിയ സഹായങ്ങൾ നൽകുന്ന മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നമ്മോട് ഔദാര്യം കാണിക്കുന്ന മാസമാണ്. ലോക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില പാഠങ്ങളുണ്ട്. വലിയ വലിയ വിജയങ്ങൾ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിച്ചത് പരിശുദ്ധമായ റമളാനിലാണ്. ആ വിജയങ്ങളാവട്ടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നസ്റൻ അസീസ, അങ്ങേറ്റം പ്രതാപമുള്ള ഇസ്സത്തുള്ള സഹായങ്ങളാണ്. ഒരിക്കലും നമ്മളതിന് അർഹിക്കുന്നുവോ എന്ന് പോലും സംശയിച്ചു പോകുന്ന വലിയ സഹായങ്ങളാണ്, നസ്റുകളാണ് ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത്. അതിലൊന്ന് അല്ലാഹു പരിശുദ്ധമായ റമളാനിൽ നോമ്പ് നിർബന്ധമാക്കിയത് ഹിജ്റ 2 എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തി 2 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായി പരിശുദ്ധമായ റമളാനിൽ നോമ്പ് നിർബന്ധമാക്കുന്നത്. ആ റമളാനിൽ തന്നെ അല്ലാഹു വലിയൊരു വിജയം ഈ ഉമ്മത്തിന് തന്നു. ആ വിജയം ബദർ എന്ന വിജയമാണ്. അതുവരെയും വളരെ പ്രയാസപ്പെട്ടു ജീവിച്ച സമൂഹം, അടിച്ചമർത്തപ്പെട്ട സമൂഹം, അടിച്ചമർത്തപ്പെട്ടു എന്ന് മാത്രമല്ല അനവധി പ്രതിസന്ധികളെ നിരന്തരമായി നേരിട്ടുകൊണ്ടിരുന്ന സമൂഹം. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി 2 അക്ഷരങ്ങൾ കൊണ്ട് അത് സൂചിപ്പിച്ചു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നേക്കുമായി അത് രേഖപ്പെടുത്തി വെച്ചു. ഖുർആൻ ഒരു അത്ഭുതം കാണിച്ചുകൊണ്ട് തന്നെ കല്ലാ, ഈ ഒറ്റ വാക്കിൽ അതുവരെയും മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ച പ്രതിസന്ധികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കോറിയിട്ടത് ഖുർആൻ ഒരു അത്ഭുതമാണ്. കല്ലാ എന്നൊറ്റ വാക്കിൽ. പിന്നീട് വന്ന ഉസൂലുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിനെ നിരീക്ഷിച്ച പണ്ഡിതന്മാർ ആ വിശുദ്ധ ഖുർആനിലെ അൽഫാലുകളെ, വാക്കുകളെ നിരീക്ഷിച്ചുകൊണ്ട് അത്ഭുതപ്പെട്ടു. ഈ ഒറ്റ വാചകം നോക്കി അവര് പറഞ്ഞു, എന്നിട്ട് വമാ നസലത് കല്ലാ ബിയസ്രിബ ഫഅലമൻ വലം തഅതി ഫിൽ ഖുർആനി ഫീ നിസ്ഫിഹിൽ അഅലാ. കല്ല എന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ ആദ്യത്തെ 15 ജുസുയിൽ നമുക്ക് കാണുക സാധ്യമല്ല. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ കഹ്ഫ് വരെയുള്ള ഒരു സൂറത്തിലും കല്ല എന്ന വാക്ക് വന്നിട്ടില്ല. വിശുദ്ധ ഖുർആനിലെ ഒടുവിലെ 15 ജുസുയിൽ മാത്രമേ കല്ല എന്ന വാക്ക് കാണാൻ സാധിക്കൂ. വിശുദ്ധ ഖുർആനിൽ 33 തവണയാണ് കല്ല എന്ന വാക്ക് പ്രയോഗിച്ചത്. ഈ 33 തവണയും അവസാനത്തെ 15 ജുസുയിലല്ലാതെ ആദ്യത്തെ 15 ജുസുയിൽ കാണുക സാധ്യമല്ല. മാത്രമല്ല വമാ നസലത് കല്ലാ ബിയസ്രിബ ഫഅലമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയതിനു ശേഷം ഇറങ്ങിയ മദനിയായ ഒരു ആയത്തിലും കല്ല എന്ന പ്രയോഗം കാണാൻ കഴിയില്ല. നേരെ മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കുമ്പോൾ ആ 13 കൊല്ലം മക്കയിൽ ഇറങ്ങിയ ആയത്തുകളിൽ മാത്രമേ കല്ല എന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ കല്ല എന്ന് പ്രയോഗിക്കേണ്ടി വന്നത്? അത്രമാത്രം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ പീഡിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ സ്വഹാബത്തിനെ മക്കക്കാർ പീഡിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം, സൂറത്തുൽ അലഖിന്റെ അവസാനം 2ാം ഭാഗമായി ഇറങ്ങിയ ഭാഗത്ത് ഖുർആൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്താ വിശദീകരിച്ചത്? അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ അറഅയ്ത ഇൻ കദ്ദബ വതവല്ലാ അലം യഅലം ബിഅന്നല്ലാഹ യറാ. ഈ ആയത്ത് എപ്പോഴാണ് അവതരിച്ചത്? നമ്മൾ ഇന്ന് ഹജ്ജിന് പോകുന്നില്ലേ? നമ്മിൽ പല ആളുകളും ലക്ഷോപലക്ഷം മനുഷ്യരല്ലേ വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് ഉംറക്ക് ചെന്നത്? ഈ പരിശുദ്ധ റമളാനിൽ പോലും എത്ര സുഖകരമായിട്ടാണ് നമ്മൾ അവിടെ ഉംറ നിർവഹിക്കുന്നത്, ഹജ്ജ് നിർവഹിക്കുന്നത്, അവിടെ തവാഫ് ചെയ്യുന്നത്, അവിടെ നിസ്കരിക്കുന്നത്. എന്നാൽ ഒരു ഇന്നലെയുണ്ടായിരുന്നു. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഅബാലയത്തിന്റെ സമീപത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയി നിൽക്കുമ്പോൾ കഅബയുടെ സമീപത്ത് റസൂലുള്ളാഹിക്ക് നിസ്കാരം തടയാൻ ആളുകൾ ഒത്തൊരുമിച്ചൊരു കാലമുണ്ടായിരുന്നു.
പ്രവാചകനെ ആട്ടിപ്പായിച്ചൊരു കാലമുണ്ടായിരുന്നു കഅബയുടെ തണലിൽ നിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചവിട്ടാൻ കാലുപൊക്കി വന്ന ആളുകളുണ്ടായിരുന്നു കഅബയുടെ സമീപത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി നിസ്കരിച്ചിരുന്ന കാലഘട്ടത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടക്കുമ്പോൾ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ മുതുകത്തെടുത്ത് വെച്ച് തലയുയർത്താൻ കഴിയാതെ മുഖം മണ്ണിലമർത്തി പ്രവാചകൻ കരഞ്ഞു കഴിച്ചുകൂട്ടിയ കാലമുണ്ടായിരുന്നു മക്കത്ത് പരിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്തൊരു കാലഘട്ടത്തിൽ. അതാ ഖുർആൻ പറഞ്ഞത്, അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. എന്റെ ദാസൻ നിസ്കരിക്കാൻ വന്നപ്പോ ആ നിസ്കരിക്കാൻ വന്ന എന്റെ ദാസനെ, അതും എവിടെ? പരിശുദ്ധമായ മക്കയിൽ കഅബയുടെ ഓരത്ത് അതിന്റെ തണലിൽ നിന്ന് നിസ്കരിക്കാൻ വന്ന പ്രവാചകനെ തടയുന്നവരെ നീ കണ്ടില്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം വിശദീകരിച്ചിട്ട് അത് അവസാനിപ്പിക്കുന്നിടത്ത് പറഞ്ഞെന്താണ്? അലം യഅലം ബി അന്നല്ലാഹ യറാ. അല്ലാഹു ഇത് കാണുന്നുണ്ട് എന്ന് ആ വിവരദോഷികൾ മനസ്സിലാക്കുന്നില്ലയോ? അല്ലാഹു ഇത് കാണുന്നുണ്ടെന്ന ബോധം അവർക്കില്ലയോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, കല്ല, വേണ്ട, കല്ല, വേണ്ട, കല്ല. 3 തവണയാണ് ആ ഒറ്റ സൂറത്തിൽ കല്ല 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 എന്ന് പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചു ആദ്യം കല്ല ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ. മനുഷ്യൻ അതിരുവിടുകയാണ്. അവൻ സ്വയം പോന്നവനാണെന്ന തോന്നലിൽ സമ്പത്തിന്റെയും തറവാടിന്റെയും അതുപോലെ തന്നെ അധികാരത്തിന്റെയും മിടുക്കിൽ അവൻ പരിധിവിടുകയാണ്. അത് വേണ്ടതില്ല എന്ന രൂപത്തിൽ ഖുർആൻ പറഞ്ഞു കല്ല ഇന്നൽ ഇൻസാന ലയത്ഗാ എന്ന് മാത്രമല്ല, വീണ്ടും ഖുർആൻ അതേ സൂറത്തിൽ പറഞ്ഞു കല്ലാ ലഇല്ലം യന്തഹി ലനസ്ഫഅൻ ബിന്നാസിയ. വേണ്ടടാ വേണ്ട, അവൻ ഈ പണി നിർത്തിയിട്ടില്ലെങ്കിൽ, അവർ ഈ പണി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അവന്റെ കുടുമ ഞാൻ പിടിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. കല്ല എന്ന രണ്ടാമത്തെ പ്രയോഗം. മൂന്നാമതും പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹിയോട് കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. ഓ മുഹമ്മദ് നബിയെ, താങ്കൾ ഇത് കണ്ട് ഭയപ്പെടാൻ നിൽക്കണ്ട. താങ്കൾ അല്ലാഹുവിന് വഴിപ്പെടുക, സുജൂദ് നിർവഹിച്ചു കൊള്ളുക, അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള വഴി തേടിക്കൊള്ളുക. താങ്കളുടെ എതിരാളികളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയും, അവന്റെ കുടുമ പിടിക്കാൻ നമുക്ക് കഴിയും. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ. സർവ കൊള്ളരുതായ്മകളും കൂടുകൂട്ടി അവന്റെ കുടുംബ തന്നെ തകർക്കാൻ നമുക്ക് കഴിയുമെന്ന് വിശുദ്ധ ഖുർആനിൽ മക്കയിൽ വെച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന താക്കീതുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് മുഹമ്മദ് നബി മുതൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ ബിലാൽ മുഅദ്ദിൻ മുതൽ അമ്മാർ മുതൽ യാസിർ മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നിരന്തരമുള്ള സ്വഹാബ, സുഹൈബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരുടെ മേൽ റബ്ബിന്റെ പ്രത്യേകമായ കരുണ ചൊരിയട്ടെ. നമ്മുടെ ബാധ്യതയാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. വല്ലദീന യഖൂലൂൻ, അവർ ദുആ ചെയ്യുമെന്ന മുഅ്മിനുകൾ, അവർക്ക് വേണ്ടി വരാനുള്ള ലോകാവസാനം വരെയുള്ള മുഅ്മിനുകൾ, ആദ്യമേ കടന്നുപോയ മനുഷ്യർക്ക് വേണ്ടി റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് തരണേ. ഞങ്ങൾക്ക് മാത്രമല്ല, ഈമാനിൽ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഞങ്ങളുടെ മുൻഗാമികളായ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ച ഞങ്ങളുടെ മുൻഗാമികൾക്കും പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുമെന്നാണ് അവർ, പിൻഗാമികൾ, വരാനുള്ളവർ. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ പീഡനത്തിന്റെ കാലം കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സുരക്ഷിതമായി യസ്രിബിലേക്ക്, മദീനയിലേക്ക് കൊണ്ടുവന്ന് ആദ്യമായി അല്ലാഹു അവർക്ക് സഹായം നൽകി. എപ്പോഴാ സഹായം? ഖുർആൻ പറഞ്ഞു വഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. നിങ്ങൾ ഒന്നുമല്ലായിരുന്നു, പരിഗണിക്കപ്പെടാത്തവരായിരുന്നു, അവഗണിക്കപ്പെട്ടവരായിരുന്നു, തെരുവിൽ പോലും തല്ലുകൊള്ളേണ്ടി വന്നവരായിരുന്നു നിങ്ങൾ. അതില്ല, ആരും പരിഗണിക്കാതെ ഓരം പറ്റികളായി ഓരം ചേർക്കപ്പെട്ടവരായിരുന്നു നിങ്ങൾ. പക്ഷേ വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. ബദറിൽ അല്ലാഹു നിങ്ങൾക്ക് സഹായം തന്നു. എപ്പോഴാണ് ആ സഹായം കിട്ടിയത്? ബദറിലെ സഹായം എപ്പോഴാണ് കിട്ടിയത്? ആ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ മഹാനായ ഇമാം ഇബ്നു കതീർ റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയത് കാണാം. വലഖദ് നസറകുമുല്ലാഹു ബിബദർ ഔ ഐ യൗമ ബദർ വകാന ഫീ ജുമുഅത്തിൻ വാഫിഖ അസ്-17 മിൻ റമളാൻ. ഒരു വെള്ളിയാഴ്ചയായിരുന്നു ആ സഹായം. യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയിലായിരുന്നു. വകാന ഫീ ജുമുഅ വഫീ നുസ്ഖത്തിൻ ഉഖ്റാ വഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമായിരുന്നു ആ സഹായം കിട്ടിയത്. അതുപോലൊരു വെള്ളിയാഴ്ചയിലാണ് ഞാനുള്ളത്, റമളാനിലെ വെള്ളിയാഴ്ച. നിങ്ങൾ ഓരോരുത്തരും
അതുപോലെ ഒരു റമദാനിലെ വെള്ളിയാഴ്ചയിലാണുള്ളത്. അള്ളാഹുവിന്റെ സഹായം ബദറിൽ ഒന്നുമില്ലാത്തവർ തങ്ങളുടെ മൂന്നിരട്ടി വരുന്ന ശത്രുക്കളുടെ മുന്നിൽ ഉടുക്കാൻ തുണിയില്ലാതെ, ധരിക്കാൻ ചെരുപ്പില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, ആയുധശേഖരങ്ങളില്ലാതെ ഈമാനിന്റെ കരുത്തുമായി പോയി നിന്ന മനുഷ്യർക്ക് വേണ്ടി മുഹമ്മദുർ റസൂലുള്ളയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്ത്, അള്ളാഹുവേ എന്റെ കൂടെ വന്നവർക്ക് ധരിക്കാൻ ചെരുപ്പില്ല, അല്ലാഹ് റബ്ബേ നീ അവർക്ക് ചെരുപ്പ് കൊടുക്കണേ. അള്ളാഹുവേ ധരിക്കാൻ അവർക്ക് വസ്ത്രമില്ല, അള്ളാഹുവേ അവർക്ക് നീ വസ്ത്രം നൽകണേ. അള്ളാഹുവേ കഴിക്കാൻ ഭക്ഷണമില്ല, അവർക്ക് നീ ഭക്ഷണം നൽകണേ എന്ന് ബദറിന്റെ രണഭൂമിയിൽ വെച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ, ഉടുതുണിക്ക് പോലും വകുപ്പില്ലാതെ, ധരിക്കാൻ ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ ബദറിന്റെ രണഭൂമിയിൽ വന്നു നിന്ന മനുഷ്യർക്ക് വെള്ളിയാഴ്ച ദിവസം വലഖദ് നസറകുമുല്ലാഹു ബിബദർ, റബ്ബവന്റെ മലായിക്കത്തുകളെ ഇറക്കി സഹായം ചൊരിഞ്ഞു എന്ന് ഖുർആൻ പറയുമ്പോൾ, ഈ സഹായം പരിശുദ്ധ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നൽകുന്ന സഹായം, ആ സഹായം നമ്മൾ പ്രതീക്ഷിക്കണം. ആ സഹായം അല്ലാഹു പ്രത്യേകം തരുന്നതാണ്. മാത്രമല്ല, ആ ബദർ മാത്രമല്ല റമദാന്റെ സഹായം. ഖുർആൻ പറഞ്ഞില്ലയോ, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ, തീർച്ചയായും നിങ്ങൾക്ക് വ്യക്തമായ വിജയം തന്നിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. വിജയം തന്നു സൂറത്തുൽ ഫത്ഹ്, വിജയത്തിന്റെ അധ്യായം എന്ന സൂറത്ത്. ആ സൂറത്തിൽ പറഞ്ഞ ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ, വ്യക്തമായ വിജയം നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞ ആ വിജയം എപ്പോഴാണ് റബ്ബ് കൊടുത്തത്? മുഹറത്തിലല്ല, സഫറിലല്ല, റബീഉൽ അവ്വലിലോ റബീഉൽ ആഖിറിലോ അല്ല, നേരെ മറിച്ച് പരിശുദ്ധമായ റമദാൻ. ഏതായിരുന്നു ആ വിജയം? താൻ വന്ന് നിസ്കരിക്കാൻ നിന്നാൽ ചവിട്ടാൻ ആളുകളോടി വരുന്ന, ഒട്ടകത്തിന്റെ കുടൽമാല എടുത്ത് മുതുകത്ത് വെക്കാൻ ആളുകളോടി വരുന്ന ആ അവസ്ഥയിൽ നിന്നും മാറി ഹിജ്റ 10-ാം വർഷമായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി 10 കൊല്ലം കഴിഞ്ഞപ്പോ ആ വിശുദ്ധമായ കഅബാലയത്തെ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് അല്ലാഹു എടുത്തു വെച്ച് കൊടുത്ത മാസം റമദാനാണ്. കഅബാലയം പ്രവാചകന്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. കഅബാലയത്തിന്റെ താക്കോല് പ്രവാചകൻ കയ്യിലെടുത്തു. ആ കഅബാലയം മുഹമ്മദുർ റസൂലുള്ളാഹി തുറന്നു. കഅബാലയം തുറന്ന് അതിന്റെ അകത്ത് കയറി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ മുന്നിൽ വിശുദ്ധ കഅബാലയത്തിന്റെ അകത്തളത്തിൽ നിന്ന് സുജൂദ് ചെയ്തു. എന്ന് മാത്രമല്ല, മക്കയുടെ അധിപതിയായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്ന മക്കം ഫത്ഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് റമദാനിലാണ്. മക്കയുടെ രാജാവാക്കി പ്രവാചകൻ അല്ലാഹു വാഴിച്ചത് റമദാനിലാണ്. ആ മക്ക വിശുദ്ധമായ കഅബാലയം പ്രവാചകന്റെ കയ്യിൽ അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തത്, മസ്ജിദുൽ ഹറം അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തത് പരിശുദ്ധമായ റമദാനിലാണ്. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ വലിയ സഹായം, വയൻസുറക്കല്ലാഹു നസ്റൻ അസീസാ, ഏറ്റവും ഉന്നതമായ പ്രൗഢമായ വിജയം നിനക്ക് നാം തരുമെന്ന് ഖുർആൻ വാഗ്ദാനം ചെയ്ത വിജയം അല്ലാഹു പ്രവാചകന് കൊടുത്തത് റമദാനിലാണ്. അവിടെ നിങ്ങോട്ട് നോക്കിയാൽ നിരവധി സംഭവങ്ങൾ റമദാനിൽ സംഭവിച്ച ലോകത്ത് മുസ്ലിം ഉമ്മത്തിന് റബ്ബ് കൊടുത്ത ഈ വിജയങ്ങളുടെ പട്ടിക നിരവധിയായി നിരത്താൻ കഴിയും. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ സ്വർണ്ണലിപിയിൽ രേഖപ്പെടുത്തപ്പെട്ട സ്പെയിനിന്റെ വിജയം, യൂറോപ്പിന്റെ കവാടമായ സ്പെയിനിലേക്ക് മുസ്ലിം ഉമ്മത്ത് കടന്നു ചെന്ന ത്വാരിഖ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന അതുല്യനായ ചരിത്രത്തിലെ പ്രതിഭ, നമുക്കിന്നറിയുന്ന ജിബ്രാൾട്ടർ കടലിടുക്ക് എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന ആ ജിബ്രാൾട്ടർ എന്ന പേരിന് പോലും ആ പ്രദേശത്തിന് ഹേതുവാകാൻ കാരണമായ, ആ പേര് പോലും അവിടെ നൽകാൻ കാരണമായ ത്വാരിഖ് ഇബ്നു സിയാദ്, മഗ്രിബിൽ നിന്ന് വടക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കൻ നാടുകളിൽ നിന്ന് കപ്പലോടിച്ച് ലോകത്ത് ഏറ്റവും ചെറിയ കടലിടുക്കുകളിലൊന്നായ ജിബ്രാൾട്ടർ കടലിടുക്കിലൂടെ കടന്നു പോവുകയാണ് വലിയൊരു സംഘം ആളുകൾ ത്വാരിഖ് ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിൽ. ആ കടലിടുക്കിലൂടെ കടന്നു പോകുമ്പോ ആ കാലഘട്ടത്തിൽ കപ്പലോട്ടക്കാർക്ക് പരിചിതമല്ലാത്ത പ്രദേശത്തുകൂടി കടന്നുപോയ ത്വാരിഖ് ഇബ്നു സിയാദ് ആ കടലിടുക്കിന്റെ സമീപത്തെത്തി. അവിടെ നങ്കൂരമിട്ട് ആ മലമടക്കുകൾക്കിടയിലൂടെ കറങ്ങി പരിസരങ്ങൾ നിരീക്ഷിച്ച് ഇറങ്ങിപ്പോയത് കൊണ്ടാണ് പിന്നീട് ആ മലക്ക് ജബറു ത്വാരിഖ് എന്ന് പേര് വന്നത്. ജബറു ത്വാരിഖ് എന്ന പേരിലാണ് പിന്നീട് ആ കടലിടുക്ക് അറിയപ്പെട്ടത്. പിന്നെ അത് പറഞ്ഞു സായിപ്പുമാരത് പറയാൻ തുടങ്ങിയപ്പോ നമ്മുടെ തൃശൂർ തൃശൂരായതുപോലെ ജബറു ത്വാരിഖ് എന്ന പേര് ജിബ്രാൾട്ടർ എന്ന പേരിൽ പിന്നീട് മാറ്റപ്പെട്ടു. ആ നിലക്ക് ത്വാരിഖ് ഇബ്നു സിയാദ് തന്റെ ആളുകളോടൊപ്പം യൂറോപ്പിന്റെ മുഖമായ അതിന്റെ കവാടമായ സ്പെയിനിലേക്ക് കടന്നുപോയ
ചരിത്രപ്രസിദ്ധമായ സംഭവം. തൻ്റെ കൂട്ടാളികളുമായി അദ്ദേഹം ആ സ്പെയിൻ തീരത്തിറങ്ങി നിന്നുകൊണ്ട് ലോകത്തതുല്യമായ നിലയിൽ അദ്ദേഹം നടത്തിയ വിശ്വാസി സമൂഹത്തിന് കാലഘട്ടത്തിലും ആവേശം നൽകുന്ന അദ്ദേഹത്തിന്റെ പ്രൗഢമായ പ്രസംഗം തന്റെ കൂടെയുള്ള സൈന്യത്തിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിച്ച വാചകം ഐനൽ മഫർ, ഐനൽ മഫർ, ഇനി നിങ്ങൾ എങ്ങോട്ടോടും? ഐനൽ മഫർ, ഇനി നിങ്ങൾ എങ്ങോട്ടോടും? അൽ ബഹ്റു മിൻ വറായിക്കും, നിങ്ങളുടെ പുറകിൽ വലിയ കടലാണ്, നിങ്ങളുടെ പിന്നിൽ വലിയ കടലാണ്. വൽ അദുവു അമാമക്കും, നിങ്ങളുടെ മുന്നിൽ യൂറോപ്പിന്റെ വലിയ സൈന്യമാണ്. നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര അംഗബലമുള്ള പ്രൗഢമായ ഒരു സൈന്യം നിങ്ങളുടെ മുന്നിലാണ്. പുറകിൽ നിങ്ങളുടെ കടലും, നിങ്ങളുടെ പുറകിൽ കടലും, മുന്നിൽ നിങ്ങളെ തകർക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സർവായുധ സജ്ജരായ ശത്രുക്കളുമാണ്. ഐനൽ മഫർ, ഇനി എങ്ങോട്ട് നിങ്ങളോടും എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഫലൈസ ഇല്ല സബ്റു മിൻകും, ഫലൈസ ഇല്ല സബ്റു മിൻകും, ക്ഷമിച്ചിവിടെ നിൽക്കലല്ലാതെ രക്ഷപ്പെടാൻ വഴിയില്ല. ഇനി ഒരിക്കലും അങ്ങോട്ടും ഓടാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് വന്നസ്റു മിൻ റബ്ബിക്കും തആല, സഹായം തരേണ്ട ഒരുത്തനേ ഉള്ളൂ, അത് അല്ലാഹുവിന്റെ സഹായമാണ്. ആ സഹായമല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാനില്ലാത്തൊരു പ്രതിസന്ധിയിൽ നമ്മൾ വന്ന് നിന്നുപോയി. പുറകിൽ കടലും മുന്നിൽ ശത്രുക്കളും. അതുകൊണ്ട് വന്നസ്റു മിൻ റബ്ബിക്കും തആല, അല്ലാഹു തആല തരുന്ന സഹായമല്ലാതെ വേറൊരു സഹായവും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് പോലെ എന്റെ പിന്നിൽ അണിനിരന്ന് നിങ്ങളും ചെയ്തു കൊള്ളുക, നിങ്ങളും പ്രവർത്തിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അടരാടി സ്പെയിനിന്റെ മണ്ണിലേക്ക് കടന്നു ചെന്ന താരിഖ് ഇബ്നു സിയാദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്പെയിനിന്റെ കവാടം തുറന്നു കൊടുത്ത ലോക ചരിത്രത്തിൽ അതുല്യമായ പ്രദേശങ്ങളിൽ ഒന്നായി മാറിയ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തായി 500 കൊല്ലം മുമ്പ് വരെ നിലകൊണ്ട സ്പെയിനിന്റെ കവാടം അല്ലാഹു മുസ്ലിം ഉമ്മത്തിന് തുറന്നു കൊടുത്തതും ശഹ്റു റമളാൻ, ഫീ ശഹ്രി റമളാൻ, പരിശുദ്ധമായ റമളാൻ മാസത്തിലായിരുന്നു. അപ്പോൾ റമളാൻ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അത് വലിയ സഹായം കിട്ടുന്ന മാസമാണ്, വലിയ പ്രതിഫലം കിട്ടുന്ന മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ സഹായം തരുന്ന മാസമാണ്. അതുകൊണ്ട് നമുക്കും പ്രതീക്ഷിക്കാം, അല്ലാഹുവിന്റെ പാശം നാം മുറുകെ പിടിക്കുമെങ്കിൽ, അല്ലാഹുവിനെ റബ്ബായി പൂർണ്ണമായി തൃപ്തിപ്പെടുമെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന വിജയം അത് ചെറുതല്ല. ദുനിയാവിലെ വിജയം, ആ വിജയത്തിനപ്പുറത്ത് വലിയ വിജയം ആഖിറത്തിൽ അല്ലാഹു പ്രദാനം ചെയ്ത ഏറ്റവും വലിയ വിജയമെന്ന് പറഞ്ഞല്ലോ, സക്സസ് ആയ ലൈഫ്, മനുഷ്യന്റെ ജീവിതം തന്നെ സക്സസ് ആകുന്ന, അവിടെ തന്നെ വലിയ വിജയം കിട്ടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്ത വലിയ വിജയം. ആ വിജയം എന്താണ്? ഭൗതിക ലോകത്ത് നമുക്ക് കിട്ടിയ താൽക്കാലികമായ വിജയങ്ങൾക്കപ്പുറത്ത് വലിയ അല്ലാഹുവിന്റെ അടുക്കൽ വാഗ്ദാനം ചെയ്ത വിജയം എന്താണ്? ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. റബ്ബുൽ ആലമീനായ അല്ലാഹു വിരുന്നിന് വിളിക്കുന്ന വിഐപികളായി അല്ലാഹു സ്വീകരിക്കുന്ന ഒരു ദറജയിലേക്ക് എത്താൻ, റബ്ബുൽ ആലമീന്റെ വിരുന്ന് ഏതെങ്കിലും ഭൗതിക ലോകത്തെ രാജാവിന്റെ ഗസ്റ്റ് അല്ല, ഒരു പ്രധാനമന്ത്രിയുടെ ഒരു ഗസ്റ്റ് അല്ല, നേരെ മറിച്ച് മാലിക്കുസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ മാലിക്കായ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ ഗസ്റ്റായി അല്ലാഹുവിന്റെ വിരുന്നിലേക്ക് വിളിക്കുന്ന വിജയം. ആ വിജയം അല്ലാഹു ഓഫർ ചെയ്യുകയാണ്, അല്ലാഹു വാഗ്ദാനം ചെയ്യാണ്. അതിന് ഒരേ ഒരു വഴിയുള്ളൂ, അല്ലാഹുവിന് നാം നമ്മെ കൊടുക്കുക, നമുക്കുള്ളത് റബ്ബിന് കൊടുക്കുക. നമുക്കൊന്നുമില്ലെന്നതാണ് ഹക്ക്, സത്യമതാണ്. പക്ഷേ നമ്മൾ അറിയാതെ വിചാരിക്കും, മാലി 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 യഖൂലു ഇബ്നു ആദം, ആദമിന്റെ മക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്റെ സമ്പത്ത്, എന്റെ സമ്പത്ത്, എന്റേത്, എന്റേത്. എന്താ നിനക്ക് നിന്റേതായുള്ളത്? റസൂൽ ചോദിച്ചില്ലേ, എന്താടോ നിനക്ക് നിന്റേതായുള്ളത്? ഒന്നുമില്ല, നീ തിന്നു തീർത്തത് നിനക്ക് അവകാശപ്പെട്ടതാണ്, നീ അത് വിസർജിച്ചു, നിന്റെ ശരീരം അതിന്റെ സത്ത് വലിച്ചെടുത്തു, അത് നിനക്ക് കിട്ടി. നീ ഉടുത്തുകീറിയത് ആരും അതിന് എടുക്കാൻ വരില്ല, അത് നിന്റെതാണ്. ഉടുത്തുകീറിയത് നിന്റെതാണ് എന്ന് നിനക്ക് അവകാശപ്പെടാൻ കഴിയും. അതല്ലാതെ എന്താണ് നിനക്ക് അവകാശപ്പെടാനുള്ളത്? നീ നൽകിയ സ്വതക്കയല്ലാതെ, ഏതെങ്കിലും നിനക്ക് നീ സ്വതക്ക നൽകിയിട്ടുണ്ടോ? അതല്ലാതെ വേറെന്താണ് നിനക്ക് നിന്റേതായുള്ളത്? ഒന്നുമില്ല, ഒന്നുമില്ല. എങ്കിൽ ഈ ഉൾബോധം, ഈ ഖൽബിന്റെ അകത്ത് ഉറപ്പിക്കേണ്ട ബോധം, ഇതൊക്കെ റബ്ബിൻ്റെതാണെന്നും ഞാൻ അല്ലാഹുവിന്റെ വിനീതനായ ദാസൻ മാത്രമാണെന്നും
അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവനാണെന്നുമുള്ള ഉൾബോധം വേണം. അതേത് സമയത്തും വേണം. പള്ളിക്കാത്തിരിക്കുമ്പോ, സുഖകരമായ ഒരു അവസ്ഥയിലിരിക്കുമ്പോ അല്ല, ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ നടന്നു പോകുമ്പോ, ഏത് ഘട്ടത്തിലും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ നേരിടുമ്പോ പതറാതെ, ചകിതരാകാതെ, അള്ളാഹുവിന് എന്നെ എന്തും ചെയ്യാം, ഏത് ഘട്ടത്തിലൂടെയും കടത്തിവിടാം, പക്ഷേ റബ്ബിനെ ഞാൻ കൈവിടില്ല, അള്ളാഹുവിനെ ഞാൻ കൈവിടില്ല. ഖുർആൻ പറഞ്ഞില്ലേ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ഫബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. വല്ലാത്തൊരു വചനമാണത്. ഒരു മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുന്നത് സംബന്ധിച്ച് പറയാണ്. റബ്ബ് പറയുന്നു, ഖൗഫ് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, ഭയചകിതമായ സാഹചര്യത്തിലൂടെ റബ്ബ് നിങ്ങളെ കടത്തിവിടും. അപ്പോഴും അല്ലാഹ് എന്ന ഉറച്ച ബോധത്തിൽ നിങ്ങൾ ഉണ്ടാകണം. മാത്രമല്ല വൽ ജൂഅ്, ദാരിദ്ര്യം തരും, ജൂഅ് തരും. ഇതിനൊരു തഫ്സീർ ഉണ്ട്, അത്ഭുതകരമായ ഒരു തഫ്സീർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ഈ ആയത്തിന് ജൂഅ് എന്ന് പറഞ്ഞാൽ ഹുവൽ ജൂഉ ഫീ ശഹ്രി റമളാൻ, റമളാനിലെ ജൂഅ് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും എന്നാണ് അതിന്റെ വ്യാഖ്യാനമെന്ന് ചില പണ്ഡിതന്മാർ, ഇമാം ഷാഫി റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. റമളാൻ കൊണ്ട് നമ്മെ പരീക്ഷിക്കും എന്നാണ് അതിന്റെ വ്യാഖ്യാനമെന്ന് ഷാഫി ഇമാം പറയുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല ജൂഅ് മാത്രമല്ല, അതിനു പുറമെ വൽ അൻഫുസ്, ശരീരം അല്ലാഹു പരീക്ഷണത്തിന് വിധേയമാക്കും. യഅനി ബിൽ അംറാദ്, രോഗം തരും. ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടാകും, കോടി സമ്പത്തുണ്ടാകും. ആ സമ്പത്തൊക്കെ നമ്മെ നോക്കി പല്ലിളിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ ശരീരം ഇങ്ങനെ രോഗം കാർന്നിന്നുകൊണ്ടിരിക്കും. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യം തരും. ഒരിറ്റ് വെള്ളം ഇറക്കാൻ കഴിയാതെ ചുണ്ടിങ്ങനെ വെള്ളം കൊണ്ട് നനച്ചുകൊണ്ടിരിക്കേണ്ട സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നേക്കും. അങ്ങനെ യഅനി ബിൽ അംറാദ്, രോഗങ്ങൾ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. വസ്സമറാത്ത്, അതെ ഖില്ലത്തുൻ നബാതി വൻഖിതാഉൽ ബറകാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല കനികളിൽ, വിളവുകളിൽ കുറവ് വരുത്തിക്കൊണ്ട് പരീക്ഷിക്കും. ഇനി അതുണ്ടെങ്കിൽ തന്നെ ബറക്കത്തുണ്ടാവില്ല. അതുണ്ടാകും, സാധനങ്ങളുണ്ട്, പക്ഷെ അതിൽ ബറക്കത്തുണ്ടാകില്ല. അങ്ങനെ അല്ലാഹു പരീക്ഷിക്കും. അങ്ങനെ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം നമുക്ക് നമ്മുടെ ഖൽബിൽ ഉറപ്പിച്ചു പറയാനൊരു വാചകമേയുള്ളൂ. ആ വാചകം അല്ലാഹുവിന്റെ സഹായം കിട്ടുന്ന വാചകമാണ്. ഏതാണ് ആ വാചകം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം അല്ലാഹുവിൻ്റെതാണ്, അവനിലേക്ക് പോകാനുള്ളവരാണ്, റബ്ബിലേക്ക് തിരിച്ചു പോകാനുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും ഈ തൗഹീദിന്റെ സുന്ദരമായ കണിശമായ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഏതു പരീക്ഷണം വന്നാലും ഒരു മുഅ്മിൻ മനസ്സിലാക്കുന്നത് അതെനിക്കുള്ള മെഡിസിനാണ്, എനിക്കുള്ള മരുന്നാണ്. എന്നിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരുപാട് പോരായ്മകൾ എന്റേതായി നിരത്തേണ്ടി വരും, കുറവുകൾ നിരത്തേണ്ടി വരും. ഫൗത്തായ നിസ്കാരങ്ങൾ ഉണ്ടാകും, ഫൗത്തായ നോമ്പുകൾ ഉണ്ടാകും. ആ നിസ്കാരത്തിലും നോമ്പിലും കുറവുകൾ ഉണ്ടാകും. എന്റെ നാവിൽ നിന്ന് അനാവശ്യങ്ങൾ വന്നിട്ടുണ്ടാകും, എന്റെ കാതുകൾ അനാവശ്യങ്ങൾ കേട്ടിട്ടുണ്ടാകും, എന്റെ കൈകാലുകൾ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ആ രൂപത്തിൽ എന്നിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ പുറത്തു തരാൻ അല്ലാഹു തരുന്ന മെഡിസിനാണ് എൻ്റെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ, എൻ്റെ ജീവിതത്തിലെ രോഗങ്ങൾ, എൻ്റെ കഷ്ടതകൾ. മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് പലപ്പോഴും പല ആളുകളും ജീവിതത്തിൽ നിരാശരായി മാറുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചതുപോലെ വലിയൊരു ഡോക്ടർ, അറിയപ്പെട്ട ഡോക്ടർ, 40 ലക്ഷം മുതൽ 50 ലക്ഷം വരെ മാസാമാസം ശമ്പളം വാങ്ങാൻ യോഗ്യതയുള്ള ഡോക്ടർ, മാത്രമല്ല 2500-ലധികം വളരെ പ്രതിസന്ധികരമായ ഓപ്പറേഷനുകൾ നടത്തി ചരിത്രം സൃഷ്ടിച്ച ഡോക്ടർ. പക്ഷേ അദ്ദേഹം അവസാനം ഒരു ചാൻ കയറിൽ കെട്ടിത്തൂങ്ങുകയാണ്. ജീവിതത്തിൽ നിരാശ വരികയാണ്. കാരണം പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. കൈ നിറയെ പണമുണ്ട്, പ്രതാപമുണ്ട്, സ്റ്റാറ്റസ് ഉണ്ട്, ആസ്തിയുണ്ട്, സ്വീകരിക്കാൻ ആളുണ്ട്. തനിക്ക് വേണ്ടി തന്നെ തന്റെ വൈദഗ്ധ്യത്തിന്റെ പേരിൽ, താൻ നിർവഹിച്ച ഓപ്പറേഷനുകളുടെ പേരിൽ തനിക്ക് അവാർഡ് തരാൻ വേണ്ടി വലിയ വേദികൾ തന്നെ, വലിയ അറിയപ്പെട്ട മൾട്ടി സ്പെഷ്യൽ ഹോസ്പിറ്റലുകളിൽ അറിയപ്പെട്ട ഡോക്ടർമാർ തന്നെ അണിനിരന്നുകൊണ്ട് തനിക്ക് സ്വീകരണം തരാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ ആ സ്വീകരണം ഏറ്റുവാങ്ങേണ്ട മനുഷ്യൻ ഒരു ചാൻ കയറിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നാടുകയാണ്. എന്തേ സംഭവിക്കുന്നത്? പ്രതീക്ഷയില്ല, ഒന്നും പ്രതീക്ഷിക്കാനില്ല. ആരാണ് തനിക്ക് സമ്പത്ത് തന്നത് എന്നറിയില്ല, എന്താണ് അതുകൊണ്ട് നിർവഹിക്കേണ്ടതെന്നറിയില്ല, എന്തിനാണ് ഈ സ്റ്റാറ്റസ് കൊണ്ട് തനിക്ക് നിർവഹിക്കേണ്ട ധർമ്മം എന്നറിയില്ല.
തൻ്റെ പ്രൊഫഷൻ കൊണ്ട് ഏതെല്ലാം ദൗത്യമാണ് തനിക്ക് നിർവഹിച്ചു കൊണ്ടുപോകേണ്ടത് എന്ന ബോധമില്ല. അവസാനം ഒരൽപ്പം അതേ ആരോഗ്യ പ്രശ്നമുണ്ടായപ്പോ, അനാരോഗ്യമുണ്ടായപ്പോ ഡോക്ടർ മരുന്നില്ലാതെ കെട്ടിത്തൂങ്ങുന്ന കാഴ്ച നാം കണ്ടുവെങ്കിൽ മുഅ്മിൻ അങ്ങനല്ല. ഏത് പ്രതിസന്ധികളിലും അവൻ കടന്നുപോകും, ഏത് പ്രയാസങ്ങളിലും അവൻ കടന്നുപോകും, ഏത് ദാരിദ്ര്യത്തിലും അവൻ കടന്നുപോകും, ഏത് രോഗത്തിലും അവൻ കടന്നുപോകും, ഏത് ഭയചകിതമായ സാഹചര്യത്തിലൂടെയും അവൻ കടന്നുപോകും. ഒറ്റ വാചകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം അല്ലാഹുവിൻ്റെതാണ്, അവനിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ളവരാണ്, കണ്ണടച്ച റബ്ബിലേക്ക് പോകാനുള്ളവരാണ്. ഈ ബോധമുണ്ടോ? രാജാക്കന്മാർ പോലും ഭയപ്പെടില്ല. അതാണ് ഇസ്ലാമിൽ പിന്നീട് നമ്മൾ കണ്ടത്, ദീനീ ലോകത്ത് നമ്മൾ കണ്ടത്. ഒരു കാലഘട്ടത്തിൽ മക്കയുടെ മണ്ണിൽ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ പ്രയാസം അനുഭവിച്ച് അടികൊണ്ട് ചവിട്ടേറ്റ് ജീവിച്ച ഒരു ജനതയെ, അതിനു മുമ്പ് കള്ളുകുടിയന്മാരായി, മയക്കുമരുന്നുകൾക്ക് വിധേയരായി, നിരന്തരം ലഹരി ബാധിച്ച്, പെണ്ണ് പിടിച്ച്, ലിവിംഗ് ടുഗദർ നടത്തി, അനാശാസ്യങ്ങളിലും കൊള്ളയിലും ഏർപ്പെട്ട് ജീവിച്ച ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഇസ്ലാമാകുന്ന വെളിച്ചത്തിലൂടെ കയറ്റി ദാരിദ്ര്യവും പ്രയാസവും കഷ്ടതയും അടിയും ഇടിയും ചവിട്ടുമൊക്കെ കൊടുത്ത് അത് വാങ്ങിപ്പിച്ച് അവസാനം അല്ലാഹുവരെ രാജാക്കന്മാരാക്കി മാറ്റി. ഒരു കാലഘട്ടത്തിലെ കള്ളുകുടിയന്മാരെ, ഒരു കാലഘട്ടത്തിലെ ലഹരി ബാധിച്ച, ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അനാശാസ്യം നടത്തിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ ഫ്രോഡുകളായ മനുഷ്യരെ വിശുദ്ധ ദീനിന്റെ വിളക്കുമാടത്തിലൂടെ അവരുടെ ഖൽബിൽ അല്ലാഹു പ്രകാശിപ്പിച്ചു കൊടുത്ത് ആ രാജവീതിയിലൂടെ അവരെ നടത്തിച്ച് കല്ലും മുള്ളും ചവിട്ടി അവർ കയറി ചെന്നത് കൊട്ടാരങ്ങളിലേക്കാണ്. രാജാക്കന്മാരായി മാറിയവർ മക്ക മാത്രമല്ല, മദീന മാത്രമല്ല, ഇന്ന് കാണുന്ന പ്രവിശാലമായ അതേ ഏഷ്യ മൈനറിന്റെ മുനമ്പടക്കം കടന്നു ചെന്നുകൊണ്ട് അവർക്ക് വലിയ വലിയ പ്രതാപത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. സിറിയയുടെ രാജാക്കന്മാരായി ഇവർ മാറി, ഷാമിന്റെ രാജാക്കന്മാരായി ഇവർ മാറി, ലബനാന്റെ രാജാക്കന്മാരായി ഇവർ മാറി, ഫലസ്തീന്റെ രാജാക്കന്മാരായി ഇവർ മാറി. അങ്ങനെ രാജാക്കന്മാരായി ഇവർ വാഴുന്ന ഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു പരീക്ഷണം അവർക്ക് കൊടുത്തത്. ബദറിൽ പങ്കെടുത്ത ബദരീങ്ങൾക്ക് അല്ലാഹു മറ്റൊരു പരീക്ഷണം കൊടുത്തത്, അത് വലിയ അതേ മാരകമായ മാറാവ്യാധികളായി അവരുടെ ജീവിതത്തെ കാർന്നു തിന്ന, അവർക്കിടയിൽ പടർന്നു പിടിച്ച പ്ലേഗായിരുന്നു. നമ്മുടെ നാട്ടിൽ കൊറോണ വന്നതുപോലെ ആ കാലഘട്ടത്തിൽ ഇതാ അവർക്ക് രോഗങ്ങൾ പടർന്നു പിടിച്ചു, പ്ലേഗ് അവർക്കിടയിലേക്ക് കടന്നു വന്നു. അമവാസിൽ ഇതാ പ്ലേഗ് അവരെ കടന്നു ചെല്ലും, പ്ലേഗ് അവരെ ബാധിക്കുമ്പോ ബദറിൽ പങ്കെടുത്ത മനുഷ്യരുടെ ഉണ്ടായിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ബിലാൽ മുഅദ്ദിർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങൾ ഷാമിൽ കഴിയുമ്പോൾ അവർക്കിടയിലേക്ക് ആ അമവാസിൽ അവർക്ക് പ്ലേഗ് കടന്നു വരുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പതറിയില്ല. ജീവിതത്തിൽ അത്തരം ഒരു ഒരു വേദന, ഒരു പകർച്ചവ്യാധി അവർ നേരിടേണ്ടി വന്നപ്പോ ആ ഒരു സാഹചര്യത്തിൽ, ആ പാൻഡമിക് സാഹചര്യത്തിൽ അവർ സമൂഹത്തോട് നടത്തിയ പ്രസംഗമുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജറാഹ്, മഹാനായ പ്രഗൽഭനായ സ്വഹാബി ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു, ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു, ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ കാലഘട്ടത്തിൽ സമൂഹത്തോട് നടത്തിയ പ്രസംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നടത്തിയ പ്രസംഗങ്ങളുണ്ട്. അവർ പറഞ്ഞു, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്ന ഹാദൽ വജഅ റഹ്മ, ഇത് അല്ലാഹുവിന്റെ റഹ്മത്താണ്, അല്ലാഹുവിന്റെ കാരുണ്യമാണ്. മാത്രമല്ല വമൗതു സ്വാലിഹീന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങൾക്ക് മരിക്കാൻ കാരണമായ ഒരവസ്ഥയാണിത്. അതുകൊണ്ട് തന്നെ വഇന്ന മുആദ യസ്അലുല്ലാഹ തആല അയ്യഖ്സമ ലിആലി മുആദിൻ ഹല്ലഹും, അതേ മുആദിന്റെ കുടുംബത്തിനും അല്ലാഹു നിശ്ചയിച്ച ഓഹരി അതിങ്ങ് തരാൻ അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുകയാണ് എന്ന് പ്രാർത്ഥിക്കുകയാണ് അവര്. ആ രൂപത്തിൽ, ആ ഘട്ടത്തിൽ, ആ പാൻഡമിക് അവസ്ഥയിൽ പോലും അല്ലാഹുവിൻ റബ്ബിനെ കൈവിടുകയല്ലവര്. നേരെ മറിച്ച് അല്ലാഹുവിനോട്, റബ്ബിനോട് അവന്റെ റഹ്മത്ത് ചോദിക്കുകയാണ്, കാരുണ്യം ചോദിക്കുകയാണ്. അവർ രാജാക്കന്മാരായി വാണവേളയിലും ദാരിദ്ര്യം പേറി ജീവിച്ച കാലഘട്ടത്തിലും ഒരേ സന്ദർഭത്തിലും അവരുടെ ഖൽബിൽ അല്ലാഹുവിനെ നിറച്ചു വെച്ചതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായം എന്ന് ഖുർആൻ പറഞ്ഞ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന മനുഷ്യർക്ക് പ്രത്യേകം കൊടുക്കുന്ന സഹായം, പ്രത്യേകം കൊടുക്കുന്ന റഹ്മത്ത് എല്ലാവർക്കും വാരിക്കൊടുത്ത, നമ്മുടെ നാട്ടിലെ നായക്കും നാൽക്കാലിക്കും പശുവിനും അതുപോലെ തന്നെ അവിശ്വാസിക്കും മുനാഫിഖിനും
കള്ളുകുടിയനും തോന്നിവാസിക്കുമൊക്കെ വാരിക്കൊടുത്ത റബ്ബിന്റെ റഹ്മത്തുണ്ട്. ആ റഹ്മത്തല്ല, നേരെ മറിച്ച് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മനുഷ്യർക്ക് പ്രത്യേകമായി കൊടുക്കുന്ന റബ്ബിന്റെ റഹ്മത്ത് അത് അവന്റെ ഔലിയാക്കൾക്കുള്ളതാണ്, റബ്ബിന് പ്രിയപ്പെട്ടവർക്കുള്ളതാണ്, മുത്തഖീങ്ങൾക്കുള്ളതാണ്. ആ തഖ്വയിൽ ഊട്ടപ്പെട്ട മനുഷ്യർക്ക് അല്ലാഹു പ്രത്യേകമായി കൊടുക്കുന്ന റഹ്മത്ത്, ആ വിജയം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന ഫത്ഹൻ അസീസ എന്നൊക്കെ ഖുർആൻ പറഞ്ഞ വലിയ വിജയം, വലിയ പ്രതാപം, വലിയ സ്ഥാനം അത് നേടിയെടുക്കാൻ കഴിയുന്നൊരു ദിവസങ്ങളിലൂടെ, അത് നേടിയെടുക്കാൻ കഴിയുന്ന മാസത്തിലൂടെ, അത് നേടിയെടുക്കാൻ കഴിയുന്ന രാത്രികളിലൂടെ, അത് നേടിയെടുക്കാൻ കഴിയുന്ന പകലിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് ചോദിക്കുക, റബ്ബിനോട് യാചിക്കുക, ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുക. റബ്ബ് മനുഷ്യരെ പോലെയല്ല, പടപ്പുകളെ പോലെയല്ല. ഒരാളോട് ഒരു തവണ ചോദിച്ചാൽ ഒരു പക്ഷേ അയാൾ തന്നെന്ന് വരാം, രണ്ടാം തവണയും തന്നെന്ന് വരാം, മൂന്നാം തവണയും തന്നെന്ന് വരാം. പക്ഷേ നാലാം തവണ അവന്റെ മുഖം ചുളിയും, അവൻ നമ്മെ കാണാതിരിക്കാൻ ആഗ്രഹിക്കും, അവൻ തിരിഞ്ഞു നടക്കും. അതാണ് മനുഷ്യന്റെ സ്വഭാവം. എന്നാൽ റബ്ബ് അങ്ങനെയല്ല. നേരെ മറിച്ച് അല്ലാഹുവിനോട് ചോദിച്ചില്ലെങ്കിലാണ് റബ്ബ് കോപിക്കുക. മല്ലം യസ്അലില്ലാഹ യഗ്ളബ അലൈഹി. അള്ളാഹുവിനോട് ചോദിച്ചില്ലെങ്കിലാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലായ്മയുണ്ടാവുക. അള്ളാഹുവിനോട് ചോദിക്കാത്തവരോടാണ് റബ്ബിന് കോപമുണ്ടാവുക. അതുകൊണ്ട് തന്നെ റബ്ബിനോട് നമ്മൾ ചോദിക്കുക റഹ്മത്തിനെ, അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കുക മഗ്ഫിറത്തിനെ, അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കുക ജന്നാത്തുൽ ഫിർദൗസിനെ. ആ അള്ളാഹുവിനെ ഖൽബിൽ ഉറപ്പിച്ചു നിർത്തി ഈമാനോടെ, ആ അള്ളാഹുവിന് പുറമെയുള്ള സർവ്വശക്തികളെയും വിഭാടനം ചെയ്ത് ഖൽബിൽ നിന്ന് ഒഴിവാക്കി, ചിന്തയിൽ നിന്ന് ഒഴിവാക്കി, അള്ളാഹുവാകുന്ന റബ്ബാകുന്ന റബ്ബുൽ ആലമീനാകുന്ന ആ ഇലാഹിലേക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ അവനിൽ പിടിച്ചു തൂങ്ങി അവിടെ നിന്നറ്റു പോകാതെ വിട്ടുപോകാതെ ഉറപ്പിച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം. ഖുർആൻ പറഞ്ഞതുപോലെ ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ് ഫമൻ യക്ഫുർ ബിത്താഊതി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലൗ ഫിസാമ ലഹാ. അതേ സർവ്വത്താഊത്തുകളെയും വെടിഞ്ഞ് അല്ലാഹുവിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ അറ്റുപോകാത്ത കയറിലാണ് നിങ്ങൾ പിടിച്ചിട്ടുള്ളത് എന്ന റബ്ബിന്റെ ആ വാഗ്ദാനം അനുഭവിച്ചറിയാൻ, ആസ്വദിക്കാൻ, അതുവഴിയുള്ള ഇഹത്തിലും പരത്തിലുമുള്ള വിജയം നേടാൻ പരിശ്രമിക്കണേ. അതിനുവേണ്ടി പണിയെടുക്കണേ, അതിനുവേണ്ടി റബ്ബിനോട് നിരന്തരമായി യാചിക്കണേ എന്ന് ഞാൻ എന്നെയും എൻ്റെ സഹോദരങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.